സ്റ്റേ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. അതുപോലെ തന്നെ ഇത് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. പിന്നെ ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തിച്ചേരുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആകുന്നതാണ്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഹൈപ്പ് ചെയ്യണം, പിന്നെ കമൻറ്റ്, ഷെയർ, ലൈക്ക് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. താങ്ക് യു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നമ്മളുടെ റീഡിങ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും പേഴ്സൻ്റെ ഒരു ഭാഗം ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഇമോഷൻസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് പറയാനുള്ളത്, അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നിങ്ങൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലാണ്, എന്തുമാവട്ടെ. അപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പിന്നെ നിങ്ങളുടെ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നിട്ട് നമുക്ക് ഗൈഡൻസ് മെസ്സേജ് നോക്കാം, നമുക്ക് അതിൻ്റെ ഔട്ട്കം നോക്കാം. ഇത്രയാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നു ഏസ് ഓഫ് സോർട്സ് എന്നാണ്. എന്താണ് ഏസ് ഓഫ് സോർട്സ്? ഒരു ചാലഞ്ചിങ് ആൻഡ് തിങ്കബിൾ ആയിട്ടുള്ള ഒരു ലവ് ഇവിടെ കാണുന്നു. കുറച്ച് ചാലഞ്ചായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് വരുന്നത്. നിങ്ങൾ കുറച്ച് ചാലഞ്ച് അനുഭവിക്കുന്നു. നിങ്ങൾ വളരെ ചിന്തിക്കുന്നു, ഈ ബന്ധം എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നു നമുക്ക് 6 ഓഫ് സോർട്സ് എന്നാണ്. എന്നാലും അതിനെ ഓവർകം ചെയ്യാനും നിങ്ങൾ പിന്നെ മുൻപോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നു ഈ ബന്ധം എന്നാണ്. കാരണം നിങ്ങൾക്ക് വിട്ടുകളയാൻ കഴിയുന്നില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് വാൻസ്, ഫ്ലട്ടി ആൻഡ് ഓപ്പൺ മൈൻഡഡ് ലവ്. അപ്പം നിങ്ങൾ ധരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുകയാണ്, നിങ്ങളുടെ വ്യക്തി കുറച്ച് ഫ്ലട്ടി മൈൻഡഡ് ആണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല, എല്ലാം ഒരു ഒളിച്ചു വയ്ക്കുന്ന മാതിരിയാണ്, ഒരു നിഗൂഢതയിലാണ്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ മൂൺ പറയുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് എല്ലാം, അല്ലെങ്കിൽ നിങ്ങളോട് ഒന്നും തുറന്നു പറയുന്നില്ല, എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നു, എന്നോടൊന്നും തുറന്നു പറയുന്നില്ല. എപ്പോൾ നോക്കിയാലും ഇങ്ങനെയാണ്. എല്ലാവരുമായിട്ടും ഭയങ്കര സൗഹൃദവും പിന്നെ ജോളിയുമാണ്. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം ഒരക്ഷരം പറയാതെ എന്നോട് എപ്പോഴും ഇങ്ങനെയാണ് എന്ന ആ ഒരു ചിന്ത നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നു 8 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വളരെയധികം സ്ട്രെയിൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നു എന്നാണ്. ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി. കാരണം ഇത് നേരെ പോകണം, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കാർഡ് നമുക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, നിങ്ങളുടെ പിന്നെ പേഴ്സൺ ഒരു ഫ്ലട്ടി ആണോ, ഓപ്പൺ മൈൻഡഡ് ആണോ, എല്ലാവരോടും ഇങ്ങനെ ജോളിയൊക്കെ അടിച്ച് നടക്കുന്ന ഒരു ഡൗട്ട്സ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിവിടെ ക്ലിയർ ചെയ്യുന്നു. 3 ഓഫ് കപ്സ്, ഗ്രോവിങ് ആൻഡ് കോപ്പറേറ്റീവ് ലവ്. എല്ലാ ആളുകളെയും എല്ലാ മനുഷ്യരോടും ഫ്രണ്ട്ലി പെരുമാറുന്ന ഒരാളാണ് എന്നാണ് കാണിക്കുന്നത്. ഫ്രണ്ട്ലി പെരുമാറുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കും, എല്ലാവരോടും ജോളി അടിക്കും, എന്ത് സഹായം വേണമെങ്കിൽ ആർക്കും ചെയ്തു കൊടുക്കും. ഇതൊക്കെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ഒരു പരിധി വരെ എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നു. ചില വാഗ്വാദങ്ങൾ വന്നിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ എല്ലാവരോടും ഇതുപോലെ കാണിക്കുന്നത്? അപ്പോൾ അവിടെ ചെറിയ ഒരു സെൽഫിഷ്നെസ് നിങ്ങൾക്കുണ്ട് എന്ന് കാണിക്കുന്നു. കാരണം അങ്ങനെ വേണ്ട, എൻ്റേതാണ് എന്നുള്ള ആ ഒരു സ്വാർത്ഥത അത് നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് കറക്റ്റാണെങ്കിൽ നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യുന്നുവെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം. ഓക്കെ, അപ്പോൾ 10 ഓഫ് സോർട്സിൻ്റെ ഒരു കാർഡ് ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിരിക്കണോ നിങ്ങളുടെ പ്രേമം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം എന്ന് കാണിക്കുന്നുണ്ട്.
എന്നാൽ നിങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും, ഇടയ്ക്ക് നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളെ വിളിച്ച് നോക്കും, നിങ്ങൾ മെസ്സേജ് ചെയ്ത് നോക്കും, ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. കാരണം നിങ്ങളുടെ ഹൃദയം മൃദുലമാണ്. ചില ചെറിയ സംശയങ്ങൾ, ചില എന്താ പറയുക, അതിന് നമ്മൾ ചെറിയ അസൂയ അല്ലേ, അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് കാണിക്കുന്നു. ഒരു പ്രൊപ്പോസൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് മാരേജിലേക്ക് പോകാൻ ഉള്ള ഒരു അവസരമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സിൻസിയർ ആയിട്ടുള്ള, മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം, ലവ് ആണ് ഇത് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റിലയബിൾ ലവ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നടക്കും എന്നുള്ളിടത്തേക്ക് നിങ്ങൾക്കറിയാം, ഇത് നടക്കാൻ പോകുന്നുണ്ട്. എന്നാലും അവിടെ ചെറിയ ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാർഡ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും, അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളാണ് കേട്ടോ, ആഗ്രഹിക്കുന്നു എന്താണ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ചിരി വരികയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹാബിറ്റ്സ് ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. നമ്മളിങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവോ എന്ന് നിങ്ങൾ ഇങ്ങനെ അറിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല നിങ്ങളുടെ ഈ സ്വഭാവത്തിനൊരു മാറ്റമൊക്കെ വരുമോ, അതൊക്കെ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഐ വിഷ് ദിസ് നൗ ഹാപ്പൻഡ് റിഗ്രറ്റ്. എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നൊക്കെ ആണ് എൻ്റെ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ എനിക്കിവിടെ ഇങ്ങനെ പിണങ്ങിയിരിക്കുക, ഇങ്ങനെ ഇതൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു സ്നേഹം കൂടുതലാണ്, നിങ്ങൾക്ക് പൊസസീവ്നെസ് വളരെ കൂടുതലാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഗിൽറ്റ് ഉണ്ട്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. എൻ്റെ കാരണങ്ങൾ കൊണ്ട് ഇത് ചിലപ്പോൾ ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. എൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളൊക്കെ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഓക്കെ, പിന്നെ ഡാമേജ്, വി ആർ ബോത്ത് ഹർട്ടിങ് ഫ്രം ദിസ്. നമ്മളൊരുപാട് ഈ ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചിട്ടുണ്ട്, ഹർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക ഇതിനൊക്കെ അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സില്ലി കേസസാണ് നമുക്കിവിടെ ഇന്ന് കാണാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സിംഗിൾസിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കൂടുതലും. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. എനിക്കല്ലെങ്കിലും ചില നല്ല കാര്യങ്ങൾ വരാനൊക്കെ ഉള്ള സമയത്ത് എന്നിൽ നിന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്ന് നിങ്ങൾ പരിതപിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആളിൻ്റെ അടുത്ത്. അപ്പോൾ വിവാഹം വരെ എത്തി നിൽക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞൊക്കെ ശരിയാണോ നമുക്കൊന്നറിയണമല്ലോ അല്ലേ. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പ്രോമിസിങ് ആൻഡ് സെക്യൂർഡ് ലവ് ആണ്. നിങ്ങളുടെ പേഴ്സൺ വളരെ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ അയാളുടെ അല്ലെങ്കിൽ അവരുടെ ജീവൻ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്നേഹം കൊണ്ട് കണ്ണു കാണാത്ത ആൾക്കാർ. അപ്പം അതൊക്കെയുണ്ട്. പക്ഷേ ആളുടെ സ്വഭാവം ഇങ്ങനെ കുറച്ച് പിന്നെ എല്ലാവരുമായിട്ടും സഹകരിച്ചും സ്നേഹിച്ചും ജോളി അടിച്ചും നടക്കുന്ന ആളാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്ന ഒരാളാണ് എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പേജ് ഓഫ് സോർട്സ് വരുന്നു. ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിങ് ലവ്. നിങ്ങളറിയുന്നില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ച് വളരെ ക്യൂരിയസ് ആണ് ആൾ. അതുപോലെ ഇൻസ്പയറിങ് ആയിട്ടുള്ള ലവ് ആണ്. നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ മെസ്സേജ് വായിക്കുക, അടിച്ചിരിക്കുക, കളിയാക്കുക, ഇതൊക്കെ ആളുടെ ഹോബിയാണ് എന്ന് കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സ്, ഫോളോവിങ് ഹാർട്ട് ആൻഡ് ഡിസയറിങ് ലവ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് നിങ്ങൾക്ക്? ഫോളോവിങ് ഹാർട്ട് ആൻഡ് ഡിസയറിങ് ലവ്. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ അത്രമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നു നമുക്ക്. ലാസ്റ്റ് കാർഡല്ല കേട്ടോ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നു. എഫിഷ്യൻറ്റ് ആൻഡ് റിയലിസ്റ്റിക് ലവ്. അപ്പോൾ ഇത്രയും നല്ല ഒരു ബന്ധമാണ് നിങ്ങളുടേത്, ഇത്രയും സ്നേഹമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. സിംഗിൾസിനോടാണ് ഞാൻ പറയുന്നത്.
ചെറിയ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡാണ് നിസ്സാര കാര്യത്തിന് തല്ലുണ്ടാക്കുക, അടിയുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ പിന്നെ ചൊറിഞ്ഞും കൊണ്ടിരിക്കുക. ഈ ഒരു ജോലികളൊക്കെ നിർത്തുക. ഇതൊക്കെ നമ്മളുടെ സംശയങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഗൈഡൻസ് മെസ്സേജ് കൂടി നോക്കാം. നമുക്ക് 2 ഓഫ് കപ്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ ഡിസിഷൻ ആൻഡ് യൂണിയനാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സോൾമേറ്റ്സ് ആണ് എന്നാണ്. നിങ്ങൾ സോൾമേറ്റ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പാസ്റ്റ് ലൈഫ് ബന്ധം ഉള്ള ഒരു പിന്നെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെല്ലാം വന്നാലും ശരി, ഈ മര പറഞ്ഞൊക്കെ വന്നാലും ശരി, ഇതൊക്കെ നിസ്സാരമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാർഡ് കാണുന്നുണ്ടല്ലോ, ഇത് കാണേണ്ട കാർഡാണ്. ഓക്കെ, പിന്നെ അടുത്ത അതിൻ്റെ നമുക്ക് ക്ലാരിറ്റി നോക്കാം. സോൾ ടൈ ആണ്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. അതുകൊണ്ടാണ് എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിന് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത് എന്ന് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം എപ്പോഴും പിന്നെ നിങ്ങളോട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. എന്ത് ബ്രേക്കപ്പിലായാലും ശരി, എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഇതാണ് സംഭവം. സോൾ കോൺട്രാക്ട്. The lessons I learned from us will never be forgotten. മറക്കാൻ കഴിയാത്ത ഒരുപാട് ലെസൺസ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും പഠിച്ചിരിക്കുന്നു എന്നാണ്. ഏതായാലും മച്യൂരിറ്റിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മച്യൂരിറ്റി വരും എന്നാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ വളരെയധികം എന്തെല്ലാം നിങ്ങൾ വിഷമിച്ചാലും ശരി, എന്തൊക്കെയാണെങ്കിലും അതൊക്കെ സില്ലി മാറ്റേഴ്സാണെന്ന് മനസ്സിലാക്കുക, നിസ്സാര കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ജീവിതം കുറച്ചും കൂടി പിന്നെ നമ്മൾ അതിനെ ഒരു എന്താ പറയുക, ഒരു പക്വത പക്വതയോടുകൂടി നേരിടാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലത് വരട്ടെ രണ്ടാൾക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് പിന്നെ ദമ്പതികളാണോ ഇങ്ങനെ വരാൻ പോകുന്നത് അവർക്ക് ആശംസകൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.